So here we are. So we are going to the first chapter, which is Essentials of Good English, right? So നമ്മുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിലെ വെരി ഫസ്റ്റ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്, റൈറ്റ്? സോ അതിലുള്ള എന്താണ് എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ്? സോ എന്താണ് ഈ ഒരു ചാപ്റ്ററിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബിസിനസ് സിനാരിയോ ആയിക്കോട്ടെ, ഒരു ഇൻഫോർമൽ സിനാരിയോ ആയിക്കോട്ടെ, ഫോർമൽ ആയിക്കോട്ടെ, ഇൻഫോർമൽ സിനാരിയോ ആയിക്കോട്ടെ, നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അഥവാ ഒരു ഗുഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സഹായത്തോടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്, റൈറ്റ്? ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ പോലെ 7 യൂണിറ്റ്സ് ആയിട്ടാണ് ഇതിനെ ഡയറക്ട്ലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 7 ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിട്ട്, ഒരു ചാപ്റ്ററിനെ 7 ഡിഫറെന്റ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. സോ അതിലുള്ള ഫസ്റ്റ് ഏരിയ, സോ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ, ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് യൂണിറ്റ് ഏതാ വന്നിരിക്കുന്നത്? ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് ഇറ്റ്സ് യൂസേജ്. സോ വി ആർ ഗോയിങ് ടു ഹൈലൈറ്റ് ദാറ്റ് ചാപ്റ്റർ. സോ അതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന വെരി ഫസ്റ്റ് ചാപ്റ്റർ, റൈറ്റ്? സോ എന്താണ് ഇംഗ്ലീഷ് ഗ്രാമർ? സോ എങ്ങനെ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്രാമാറ്റിക് കൺവെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണോ? സോ ഗ്രാമർ ആൻഡ് ഇറ്റ്സ് യൂസേജ്, അതെങ്ങനെയൊക്കെ യൂസേജ് എടുക്കാം, അതുപോലെ തന്നെ എത്രത്തോളം എഫക്റ്റീവായിട്ട് അത് കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ആ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ബാക്കി അറിയാം, എൻറിച്ചിങ് വൊക്കാബുലറി അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം പോകുന്ന ചാപ്റ്ററാണ് വിച്ച് ഇസ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് ഇറ്റ്സ് യൂസേജ്, റൈറ്റ്? സോ സ്റ്റാർട്ടിങ്, റൈറ്റ്? സോ ഗ്രാമർ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് കോമ്പണൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വ്യാകരണം എന്നുള്ളത് കോമ്പണന്റുകളാണ്, പല കോമ്പണന്റുകൾ ചേർന്ന് വരുന്നതാണ് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാമർ എന്നതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. സോ എന്തൊക്കെയാണ് നോക്കാം. സോ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, സോ നമുക്കതിനെ സ്പീച്ച് എന്ന് വിളിക്കാം, അഥവാ ഞാൻ സംസാരിക്കുകയാണ്, റൈറ്റ്? ഞാൻ സംസാരിക്കാൻ പോവാണ്. സോ ഈ സംസാരിക്കുന്നതിന് പലതരത്തിലുള്ള കോമ്പണൻസ് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെന്റൻസസ് ഉണ്ടാക്കുന്നത്, ആണല്ലോ? സെന്റൻസസ് ഉണ്ടാക്കുന്നത് പല കോമ്പണൻസ് കൂടി ചേർന്നിട്ടാണ്. സോ അത് മാത്രം മനസ്സിലാക്കി വെക്കാം, നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്, അഥവാ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് പാർട്സ് ഓഫ് സ്പീച്ച്, അഥവാ ഒരു കോൺവെർസേഷൻ അഥവാ സ്പീച്ച് അഥവാ റിട്ടൺ ടെക്സ്റ്റ്, ഇതിൻ്റെയൊക്കെ പാർട്സ് നമ്മൾ പാർട്ടായിട്ട് ഇതിനെല്ലാം അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം എനിക്കറിയാം നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ഓൺ എ റിഫ്രഷിങ് സെനാരിയോ, അഥവാ ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഗ്രാമാറ്റിക്കൽ റിസോഴ്സസ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഗ്രാമാറ്റിക്കൽ റിസോഴ്സസിനെ കുറിച്ച് ഒരു ചെറിയൊരു ബ്രഷപ്പ് നടത്തിക്കൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടന്നു ചെല്ലാം. സോ ദ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ലേൺ വൈൽ കമ്മിങ് ഇൻ ഗ്രാമർ ഇസ് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പാർട്സ് ഓഫ് സ്പീച്ച്, റൈറ്റ്? ഒരു സ്പീച്ചിന്റെ വിവിധപരമായിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്, റൈറ്റ്? സോ എനിക്കറിയാം ഞാൻ അധികം ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്, പക്ഷെ അത് നിങ്ങളും കൂടി എന്ത് ചെയ്യുക, എല്ലാവർക്കും ഒരേപോലെയുള്ള ലാംഗ്വേജ് സെനാരിയോസ് അല്ലെങ്കിൽ ഒരേപോലെയുള്ള ലാംഗ്വേജിന്റെ ആക്സസ് കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ അത് കോപ്പപ്പ് ചെയ്ത് പോവാം. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ചിലെ വെരി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നൗൺ. എന്താണ് നൗൺ? നൗണിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? എനിക്ക് ആരെങ്കിലും നൗണിന്റെ മലയാളം വാക്ക് എന്തായിരുന്നു? ഞാനിതാ ഇവിടെ എഴുതുന്നുണ്ട്. നൗണിന്റെ മലയാളം വാക്ക് അഥവാ നാമം, അല്ലേ? നെയിം, അല്ലേ? നാമം അഥവാ നെയിം. സോ ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നോക്കുക, എന്താണ് നൗൺ എന്നത് എന്താണ്? നാമം അഥവാ നെയിം, റൈറ്റ്? സോ എന്താണ് നെയിം? എന്തിനെയൊക്കെ നമ്മൾ നെയിം ചെയ്തിട്ട് വിളിക്കാറുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കും? ഒരു പേഴ്സണിനെ, അല്ലേ? നമ്മൾ ഒരാളെ നമ്മൾ പേരിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ഒരു തിങ്, ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടുന്ന് ഇതെന്റെ കയ്യിലിരിക്കുന്ന ബോട്ടിലാണ്, അല്ലേ? ഈ ബോട്ടിലിനെ ഞാൻ പേരിട്ടല്ലേ വിളിക്കുന്നത്? ദിസ് ഇസ് എ തിങ്, അല്ലെ? ഒരു ഒബ്ജക്റ്റ് ആണിത്. സോ ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം? നൗൺ എന്ന് പറയാം. സോ ദിസ് ഇസ് എ പെറ്റ്. സോ ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം? നൗൺ ആയിട്ട്. സോ പേഴ്സൺ, എൻ്റെ പേര് അനുപം എന്നാണ്. സോ അതും എന്ത് തന്നെയാണ്? ഒരു നൗൺ ഫോമിലാണ് അതുള്ളത്. സോ അതുപോലെ ഇതൊരു പെന്നാണ്, എൻ്റെ കയ്യിലുള്ള ഒരു റിംഗ് ആണ്, ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ജാക്കറ്റ് ആണ്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നൗൺ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ഇനിയുമുണ്ട്. ഇനി എന്തൊക്കെയാ? ഒരു അനിമൽ, കൗ, റൈറ്റ്? കൗ.
ഗോട്ട്, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ആനിമൽസ് ആൻഡ് ലൈക്ക് ലിവിങ് ഓർഗാനിസംസ് നമുക്ക് ചുറ്റുമുണ്ട്. സോ ഇതിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നൗൺ ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാം. ബിക്കോസ് ക്ലാസിഫൈ ചെയ്യാനുള്ള എൻ്റെ മെയിൻ കാര്യം എന്താണ്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇത് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് നൗൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിമുകളാണ്, അഥവാ നാമങ്ങളാണ്. എന്തിനേയും നമ്മൾ പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഈവൻ അതൊരു ഇവിടെയാണ് അതിന് വളരെയധികം ലൈക്ക് റിലവൻസ് വരുന്നതാണ്. നമ്മളിപ്പം ഒരു ആക്ടിവിറ്റി സ്വിമ്മിങ് അല്ലേ, സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്, ടു സ്വിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹി വാസ് സ്വിമ്മിങ്, അല്ലെങ്കിൽ രാജു മിസ്റ്റർ എക്സ് വാസ് സ്വിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, മിസ്റ്റർ എക്സ് വാസ് സ്വിമ്മിങ് ഇൻ ദ പൂൾ എന്നൊക്കെ പറയുമ്പോൾ അതിൽ സ്വിമ്മിങ് എന്ത് അർത്ഥത്തിലുള്ളത്, നൗൺ ആയിട്ടാണോ? അല്ല. പക്ഷെ എന്താണ്, ഇറ്റ് ഈസ് ഒരു വേർബ് ഫോർമാറ്റിലാണ്, അഥവാ ക്രിയ അല്ലെ. നൗണിന്റെ കൂടെ ഞാൻ അതും കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഒക്കെ അറിയാവുന്ന കാര്യം, അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ എടുത്തു പറഞ്ഞത്. നൗൺ എങ്ങനെയൊക്കെ നൗൺ വരാം, ഒരു പ്രോസസ്സിനെ നമ്മളിപ്പോൾ അതുപോലെ ഹീ ലൈക്സ് സ്വിമ്മിങ്, ഇവിടെ സ്വിമ്മിങ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ആ ഒരു വേർബ് അല്ലെങ്കിൽ നീന്തുക എന്നുള്ള വേർബിനെ ഉദ്ദേശിച്ചിട്ടല്ല. എന്തിനുദ്ദേശിച്ചിട്ടാ, ആ ഒരു നീന്തുന്ന പ്രോസസ്സിന് നമ്മൾ പേരിട്ട് വിളിക്കുകയാണ് സ്വിമ്മിങ്. സോ അവിടെ നൗൺ ഫോമാറ്റ്. സോ പല വേർബുകൾക്കും എന്തുണ്ട്, നൗൺ ഫോംസും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തൊരു ആക്ടിവിറ്റീൻ്റെ പേരായിക്കോട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള ആളുകളുടെ പേരായിക്കോട്ടെ, ഏതെങ്കിലും ഒബ്ജക്ട്സിന്റെ പേരായിക്കോട്ടെ, ആനിമൽസിന്റെ പേരായിക്കോട്ടെ, എക്സെട്ര എന്തും പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അത് എന്തായി, നൗണായി മാറി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്, നെയിമിംഗ് വേർഡ്. സോ നമുക്ക് എന്താണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്, ഞാൻ ഇത്രയും പറഞ്ഞു. നമുക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു പോർഷൻ നമുക്കൊന്ന് പോയി നോക്കിക്കൊണ്ടു പോകാം. റൈറ്റ്, noun is a naming word. It is a name of a person, animal or thing. Right? ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ, നെയിം ഓഫ് എ പേഴ്സൺ, ആനിമൽ ഓർ തിങ്. ഞാൻ പറഞ്ഞു ചില വേർബ്സിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അതിനെയും നമ്മൾ നൗൺ എന്ന് തന്നെയാണ് പറയുക. റൈറ്റ്, ഒരു എക്സാമ്പിൾ ആയിട്ട്, സാനിയ ടീച്ചേഴ്സ് അറ്റ് ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി ആൻഡ് ഷീ ഇസ് എ ഗേൾ. സാനിയ ടീച്ചേഴ്സ്, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, സാനിയ ടീച്ചേഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത്, എന്ത് ടീച്ച് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, ടീച്ചേഴ്സ് അറ്റ് ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി, അഥവാ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. റൈറ്റ്, സാനിയ ടീച്ചേഴ്സ് അറ്റ് ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി ആൻഡ് ഷീ ഇസ് എ ഗേൾ. ഇവിടെ ഏതൊക്കെ നൗൺസ് ഉള്ളത്, ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ല, ഹൈലൈറ്റ് മാറ്റി പറഞ്ഞേ. ഇതിൽ ഏതൊക്കെയാണ് നൗൺസിനെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഈ ഒരു സെന്റൻസിൽ നമുക്ക് ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ 2 സെന്റൻസസിന്റെ ഒക്കെ ആയിട്ടായിരിക്കും സാനിയ ഇസ് എ ഗേൾ, അതുപോലെ സാനിയ ടീച്ചേഴ്സ് അറ്റ് ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി എന്നുള്ള 2 സെന്റൻസിനെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് നൗൺസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ത് തന്നെയാണ്, സാനിയ. ഇതെന്ത് തന്നെയാണ്, നൗൺ ഫോം, ഒരാളുടെ പേരാണ്. ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി. യെസ്, ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി ഒരു പേരല്ലേ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരല്ലേ. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ്. സോ ആ പേര് തന്നെയല്ലേ, അപ്പൊ നൗണ് തന്നെയാണ്. അതിനെയും നമ്മൾ നൗൺ ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്തു. ഇനി എന്താ ഉള്ളത്, ഇനി ഇതിൽ ഷീ ഇസ് എ ഗേൾ എന്നുണ്ട്. റൈറ്റ്, ഗേൾ നമുക്കറിയാം എന്തുകൊണ്ടും നൗണ് തന്നെയാണ്. റൈറ്റ്, എന്തുകൊണ്ടും നൗണ് തന്നെയാണ്. ഈ ഷീ എന്നുള്ളത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളത്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിൽ നമുക്ക് ആ ഷീനെ കുറിച്ച് അപ്പോൾ അതവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഹൈലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ മഞ്ഞയായിട്ട് ഹൈലൈറ്റ് ചെയ്യാം. റൈറ്റ്, ഒരു യെല്ലോ കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാം. റൈറ്റ്, ഷീ എന്നുള്ളത് ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. സാനിയ ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി ആൻഡ് ഗേൾ ആർ നൗൺസ് ഓഫ് ദ എബവ് സെന്റൻസസ് അല്ലേ. അവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാ, സാനിയ ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി, പിന്നെന്താ ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി ആൻഡ് ഗേൾ, ഇത്രയുമാണ് നൗൺസ് ആയിരിക്കുന്നത്. സോ ഇനി നൗണിനെ പല കാറ്റഗറീസിലേക്ക്, അഥവാ 3 കൃത്യമായി പറയുകയാണെങ്കിൽ 3 കാറ്റഗറീസ് ആയിട്ടാണ് നൗൺസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം ഏതൊക്കെയാണ്. ഒന്നാമത്തെയാണ് കോമൺ നൗൺ. എന്താ പറഞ്ഞിരിക്കുന്നത്, കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും, അഥവാ ഒരു സെയിം കൈൻഡ് ഓഫ് കാര്യങ്ങളെ, നമ്മളൊരു സെയിം ക്ലാസ്സിലുള്ള കുറേ കാര്യങ്ങളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലേ, ദെൻ വി ഹാവ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതൊക്കെ എന്ത് തന്നെയാണ്, ഇതെല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്താ, ഇതെല്ലാം ബാങ്കുകളാണ്. സോ അതുകൊണ്ട് കോമൺ ആയിട്ട് നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ബാങ്ക്സ്, അഥവാ അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ബാങ്ക് പറയാം. അതുപോലെ പല ടൈപ്പ് ഓഫ് ഷോപ്പുകളുണ്ട്, നമുക്ക് ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ട്, നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇതെല്ലാം ഷോപ്പുകൾ തന്നെയാണ്. സോ അതിനെ നമ്മൾ കോമൺ ആയിട്ട് ഷോപ്പ് എന്ന് വിളിക്കാം. സോ ഇങ്ങനെയുള്ള നമ്മൾ
ഗേൾ, ബോയ്, ഇതെല്ലാം എന്ത് തന്നെയാണ്? മാർക്കറ്റ്, ഗേൾ, ബോയ്, ഇതൊക്കെ എന്ത് തന്നെയാണ്? നൗൺസ് തന്നെയാണ്. ദാറ്റ് ഈസ്, ഈ നൗൺസിനെ നമ്മൾ പേരെടുത്ത് വിളിക്കുന്നതാണ് കോമൺ നൗൺസ്, റൈറ്റ്? സോ എന്താണ് അതിന്റെ ഡെഫിനിഷൻ? നെയിംസ് ഗിവൻ ഇൻ കോമൺ ടു ഓൾ പീപ്പിൾ, പ്ലേസസ് ഓർ തിങ്സ് ഓഫ് ദ സെയിം ക്ലാസ്. ഒരേ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഒരേ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന, കോമൺ ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന നൗൺസിനെ നമ്മൾ കോമൺ നൗൺസ് എന്ന് വിളിക്കും. സോ അതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി വി ലുക്ക് അറ്റ് ദ സെക്കൻഡ് ടൈപ്പ്, വിച്ച് ഇസ് കളക്റ്റീവ് നൗൺ. എന്താണ് കളക്റ്റീവ് നൗൺ? സോ ആദ്യത്തെ എന്തായിരുന്നു? കോമൺ നൗൺ. നമ്മൾ ഒരേ കാറ്റഗറിയിലുള്ള കുറേ വസ്തുക്കളെ നമ്മൾ ഒറ്റ പേരായിട്ട്, ഇപ്പം മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ക്ലാസ് തന്നെയാണ്. ഞാനൊരു മാൻ. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, സോ അതുപോലെ നമ്മൾ കുറേ ആളുകളുണ്ട്. സോ ദാറ്റ് ഈസ്, നമ്മൾ ആ ഒരു മൊത്തം ക്ലാസ്സിനെ നമ്മൾ ഒരു പേരെടുത്ത് വിളിക്കുകയാണ്, റൈറ്റ്? സോ ഇതിനെയാണ് നമ്മൾ കോമൺ നൗൺസ് എന്ന് പറയാം. സോ നൗ വി ഹാവ് കളക്റ്റീവ് നൗൺസ്. Common nouns which include other class known as collective nouns, which names a group of people, animals or things, right? So എല്ലാത്തിനെയും കൂടി നമ്മൾ ഇത് തന്നെ കോമൺ നൗൺസിൽ അതിലെന്താണ്? അതർ ക്ലാസ് നോൺ ആസ് കളക്റ്റീവ് നൗൺസ്, വിച്ച് എന്താണ്? ഈ കോമൺ നൗൺസിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. വിച്ച് നെയിംസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആനിമൽ ഓർ തിങ്സ്, അല്ലേ? സോ ഇനി എന്താണ്? ഈ ഒരു ഇതിനെ നമ്മൾ പ്രത്യേകമായിട്ട് അതിനൊരു സബ്സെക്ഷൻ വെച്ചുകൊണ്ട് പറയാണ്. സോ മെൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊണ്ടു. പക്ഷെ ഒരു ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാം, അല്ലേ? കലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കോമൺ നൗണിലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? കലക്റ്റീവ് ആയിട്ട് പറയാൻ. എ ക്രൗഡ് ഓഫ് മെൻ പറഞ്ഞൂടെ? അതുപോലെ തന്നെ എ മോബ് ഓഫ് പീപ്പിൾ, റൈറ്റ്? എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ ഇങ്ങനെ പറയുന്ന നമ്മൾ ഒരു കോമൺ നൗണിനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിൽ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടാക്കി നമ്മൾ പറയുവാണെങ്കിൽ സർട്ടൻ ആയിട്ടുള്ള ഒരു പെരിമീറ്ററിലേക്ക് അല്ലെങ്കിൽ ഒരു തികഞ്ഞ ആ ഒരു സർക്കിളിൽ നിന്നിരിക്കുന്ന ആളുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കളക്റ്റീവ് നൗൺസ് എന്ന് വിളിക്കാം. കോമൺ നൗൺസ് തന്നെയാണ്, പക്ഷെ അതിനെന്താണ്? അതിനെ ഒന്നും കൂടി സബ് ഡിവൈഡ് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നും കൂടി സർട്ടൻ ആവുകയാണ്, റൈറ്റ്? ഇനിയാണ് നമുക്ക് വരുന്നത് പ്രോപ്പർ നൗൺ, റൈറ്റ്? പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ. സോ ഞാൻ പറയാം, മാക്രോ, ഒരു മീഡിയം മാക്രോ ലെവൽ ആൻഡ് മൈക്രോ, റൈറ്റ്? ഒരു മാക്രോ ലെവൽ അഥവാ വലിയൊരു ആംഗിളിൽ നിന്ന് നമ്മൾ കാണുന്നു മെൻ, ദാറ്റ് ഈസ് ഒരു വലിയ ക്ലാസ്, റൈറ്റ്? ഇനി എ ക്രൗഡ് ഓഫ് മെൻ, അത് പിന്നെയും ചെറുതായി. ഇനി ക്രൗഡിലുള്ള ഒരാളിലേക്ക് നമ്മൾ പോവാണ്, റൈറ്റ്? ഇപ്പൊ ഞാൻ ആ ക്രൗഡിൽ നിൽക്കുന്ന ആളാണ്, അനുപം. അതെന്തായി? ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുക. പ്രോപ്പർ ആയിട്ടൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു തിങ്. സോ ദാറ്റ് ഈസ്, ഞാൻ പറയുന്നത് ഡൽഹി ഒന്നേ ഉള്ളൂ, അല്ലേ? ഡൽഹി ഒന്നേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കലക്റ്റീവ് ആയിട്ട് നമുക്ക്. സോ ബേസിക്കലി ഇതാണ് ഇന്ത്യ. ഇപ്പൊ കേരള, ട്രിവാൻഡ്രം, ഇങ്ങനെ പറയുന്ന പോലെയാണ് നമുക്ക് എന്ത് ചെയ്യാം? മൊത്തത്തിൽ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ പറയും. സോ ആ ഒരു കാറ്റഗറൈസേഷൻ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തെറ്റാണ്. നമുക്ക് ഇങ്ങനെ പറയാം. എന്ത് പറയാം? നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വലിയ ക്രൗഡ്, ദാറ്റ് ഈസ് ഒരു വലിയ ക്രൗഡിന് മുകളിലാണ്. അതായത് എത്ര പുരുഷന്മാരുണ്ടോ അവരൊക്കെ നമ്മൾ മെൻ അല്ലെങ്കിൽ മാൻ എന്ന് തന്നെയാണ് വിളിക്കുക, അല്ലേ? ആണോ അല്ലയോ? സോ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കോമൺ നൗൺ. അതിനുശേഷം കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആളുകളിൽ നിന്ന് തന്നെ ഒരു സ്പെസിഫിക്, ഒരു പ്രത്യേക വിഭാഗത്തിനെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. എ ക്രൗഡ് ഓഫ് മെൻ, റൈറ്റ്? എ ക്രൗഡ് ഓഫ് യങ് മെൻ. യങ് മെൻ എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് എല്ലാ ചെറുപ്പക്കാരെയും നമ്മൾ ഒറ്റയടിക്ക് വിളിക്കുന്ന പേരാണ്. അതിൻ്റെ അകത്ത് നമ്മളൊരു സ്പെസിഫിക് ക്രൗഡിനെ എടുക്കുമ്പം അതെന്തായി മാറി? ക്രൗഡ് ഓഫ് മെൻ, അല്ലെ? യങ് മെൻ. ഇനി അതിൻ്റെ അകത്തൊരു യുവാവായിട്ടുള്ള ഒരാളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എടുക്കുവാണ്. സോ ഇപ്പൊ സപ്പോസ് എൻ്റെ പേരിൽ എന്നെ സ്പെസിഫിക് ആയിട്ട് നെയിം ചെയ്തിട്ടുണ്ട് അനുപം ആനന്ദ് എന്നുള്ളത്. സോ അങ്ങനെയുള്ള നൗൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോപ്പർ നൗൺസ്. മനസ്സിലായല്ലോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു പഠിക്കുക. എന്തൊക്കെയാ? 3 നൗണുകളാണ്, 3 കാറ്റഗറി ഓഫ് നൗൺസ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്താ പറയാ? ഫസ്റ്റ് കാറ്റഗറി കോമൺ നൗൺ ആണ്. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ആലോചിക്കുക, എല്ലാവരെയും നമ്മൾ വിളിക്കുന്ന ഒറ്റ പേരിട്ടിട്ടാണ്. ഇനി അതിൽ നിന്ന് തന്നെ നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്യാണ്. ഓക്കെ, ഇത്രയും ആളുകൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, എ ക്രൗഡ് ഓഫ് മെൻ ഹു ലവ് ക്രിക്കറ്റ്, റൈറ്റ്? അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ക്രിക്കറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. യെസ്, മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ഒരാളെടുത്തു. ഇയാളെ നമുക്ക് പ്രോപ്പർ നൗൺ എന്ന് വിളിക്കാം. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാം. സോ നേരത്തെ ഞാൻ എന്തോ അതിനുശേഷം ഞാൻ ഫുൾ യെല്ലോയിലാണ് അണ്ടർലൈൻ ചെയ്തത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല,
നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. സോ അതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എടാ ഒന്നും കൂടി ഞാൻ ആ ഗ്രീനിൽ അവിടെ നോട്ട് ചെയ്ത് അതൊന്ന് നോക്കിയേ, ഷീ അല്ലേ. സോ ഇവിടെ ഈ സെന്റൻസിൽ സാനിയ എന്നുള്ള അർത്ഥത്തിനെ തന്നെ, ലൈക്ക് സാനിയ എന്നുള്ള ഒരു നൗണാണ് അല്ലേ. സാനിയ എന്നുള്ള ഒരു നൗണിനെ നമ്മൾ അതിനെ എന്തോ ഒരു വേർഡ് കൊണ്ട്, അഥവാ ഷീ എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കാം. ആണോ അല്ലയോ? നിങ്ങൾ ഈ സെന്റൻസ് നോക്കിയേ, സാനിയ ടീച്ചേഴ്സ് അറ്റ് ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി ആൻഡ് ഷീ ഈസ് എ ഗേൾ എന്നാണ്. സോ നമുക്ക് ഇതിനെ 2 സെന്റൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം, റൈറ്റ്. സാനിയ ടീച്ചേഴ്സ് അറ്റ് ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി ഫുൾ സ്റ്റോപ്പ്, ആൻഡ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഷീ ഈസ് എ ഗേൾ അല്ലേ. ഇങ്ങനെയല്ലേ ഉള്ളത്, ഷീ ഈസ് എ ഗേൾ എന്നും പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്. അത് ഷീ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അവൾ എന്ന് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്. അവൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സാനിയയാണ് അല്ലെ. അതൊരു സാനിയ എന്ന് പറഞ്ഞത് നൗൺ ആയിരുന്നു, ആ നൗണിനെ റീപ്ലേസ് ചെയ്യുന്നു. സോ വായിച്ചേ, പ്രോനൗൺ. എന്താണ് പ്രോനൗൺ? വേർഡ്സ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൗൺസ്. യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൗൺസ് ആർ കോൾഡ് പ്രോനൗൺസ്. ഓർ എക്സാമ്പിൾ, ഹി, ഷീ എല്ലാം എക്സാമ്പിൾസ് ആണ്. ഉറപ്പാണോ? ക്ലിയർ ആണോ? റൈറ്റ്. സാനിയ ഇസ് എ ഗുഡ് ഗേൾ. പിന്നെയും ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. സാനിയ ഇസ് എ ഗുഡ് ഗേൾ, ഷീ ലൈക്സ് ഡാൻസിങ്. ഇതിൽ ഏതാ പ്രോനൗൺ ഐഡന്റിഫൈ ചെയ്തേ? സിമ്പിൾ അല്ലേ, ഷീ എന്നുള്ളതാണ് അവിടുത്തെ പ്രോനൗൺ വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി പ്രോനൗൺസ് ആർ ഫർദർ ക്ലാസിഫൈഡ്. ഇനിയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ നൗൺസിനെ ക്ലാസിഫൈ ചെയ്യുന്ന പോലെ തന്നെ പ്രോനൗൺസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് പേഴ്സണൽ പ്രോനൗൺസ് ആൻഡ് റിലേറ്റീവ് പ്രോനൗൺസ് എന്നുള്ള രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പേഴ്സണൽ പ്രോനൗൺസും റിലേറ്റീവ് പ്രോനൗൺസും. പേഴ്സണൽ പ്രോനൗൺസ് എന്ത് തന്നെയാണ്? റെപ്രസെന്റ്. ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? സോ പേഴ്സണൽ പ്രോനൗൺസ് എന്താണ്? പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് പേഴ്സൺ ഓർ തിങ്സ്. ആളുകളെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാ എക്സാമ്പിൾ നോക്കിയേ? ഐ, യു, ഷീ, ഹി, വി, ഹിം, ഹർ, അസ്, ദെം. ആളുകളെ അല്ലെങ്കിൽ ഇറ്റ്, ഇതൊക്കെ എന്താണ് റൈറ്റ്. സോറി, ഇറ്റ് എന്നുള്ളത് എന്താണ്? റിലേറ്റീവ് ആണ്. സോ എന്താണ് ബേസിക്കലി നമ്മളൊരു റെപ്രസെന്റ് ചെയ്യാൻ, എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ? പേഴ്സൺ ഓർ തിങ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു പേഴ്സണൽ പ്രോനൗൺസ്. റിലേറ്റീവ് പ്രോനൗൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്ട് ആസ് പ്രോനൗൺസ് ആൻഡ് കൺജങ്ഷൻസ്. എക്സാമ്പിൾ എന്തൊക്കെയാ? പ്രോനൗൺസ് ആയിട്ടും കൺജങ്ഷൻ. എന്താ കൺജങ്ഷൻ? ജംഗ്ഷൻ, കൺജങ്ഷൻ. ഇത്ര ആലോചിക്കുക. കൺജങ്ഷൻ അഥവാ 2 ജംഗ്ഷനെ ഒരുമിക്കുക, അങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ് നമുക്ക് കൺജങ്ഷൻ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ, കണക്റ്റീവ്സ് എന്നൊക്കെ വിളിക്കാം. സോ എന്തൊക്കെയാണ്? കൺജങ്ഷൻസ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു റിലേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കും. എന്താണ്? ഹും, വിച്ച്, ദാറ്റ് എന്നുള്ളതൊക്കെ എന്താണ്? പിന്നെന്താണ്? റൈറ്റ്. സോ ഹും, വിച്ച്, ദാറ്റ്, I've told him that. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിലേറ്റീവ് പ്രോനൗൺ ആണെങ്കിലും ഇത് എന്തായിട്ടാണ് ഉദ്ദേശിക്കുന്നത്? കൺജങ്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് പ്രോനൗൺസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു പേഴ്സണൽ പ്രോനൗൺസ് പറഞ്ഞു, അതുപോലെ റിലേറ്റീവ് പ്രോനൗൺസ് പറഞ്ഞു. ഇനി അതുപോലെ അതിലുള്ളതാണ് പൊസസീവ് പ്രോനൗൺസ്. എന്താ? പൊസസീവ് പ്രോനൗൺസ്. സോ ഓക്കെ, നൗൺസിൽ എന്തൊക്കെയായിരുന്നു? നൗൺസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാ? കോമൺ നൗണിനെ കുറിച്ച് നോക്കി, കലക്റ്റീവ് നൗണിനെ കുറിച്ച് നോക്കി, പ്രോപ്പർ നൗണിനെ കുറിച്ച് നോക്കി. ഇനി അതുപോലെ ഇവിടെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പേഴ്സണൽ പ്രോനൗൺസ് ഉണ്ട്. പേഴ്സൺ അല്ലെങ്കിൽ തിങ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന പേഴ്സണൽ പ്രോനൗൺസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഇനി പ്രോനൗൺസ് തന്നെ കൺജങ്ഷൻസ് ആയിട്ടും പ്രോനൗൺ ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ഹും, വിച്ച്, ദാറ്റ് എന്നുള്ളതൊക്കെ കണക്റ്റീവ്സ് ആയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇനി അതുപോലെ പൊസഷൻ പ്രോനൗൺസ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൊസഷൻ കാണിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഐ ഹാവ്, മൈൻ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് മൈൻ, ദാറ്റ് ഒബ്ജക്ട് ഇസ് മൈൻ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊസഷൻ, റൈറ്റ്, ബിലോങ്സ് ടു ഹിം എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ബിലോങ്സ് ടു മീ എന്ന് പറയുന്നതിന് പകരം മൈൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, മൈൻ, ആസ്, യുവേഴ്സ്, ദേഴ്സ്, ഇറ്റ്സ്, ഹേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? പൊസസീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? സോ നൗണ് കഴിഞ്ഞു, പ്രോനൗൺ കഴിഞ്ഞു. നൗണിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം നെയിം ആണ് അല്ലേ. ഇനി അതിൽ ഫെർദർലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോമൺ നൗൺസ് ആയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു? കോമൺ ഉണ്ട്, കലക്റ്റീവ് ഉണ്ട്, ദെൻ വി ഹാവ് പ്രോപ്പർ. ഇവിടെ വരുന്ന സമയത്ത് പേഴ്സണൽ പ്രോനൗൺസ് ഉണ്ട്, റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ട്, പൊസസീവ് പ്രോനൗൺസ് ഉണ്ട്. അങ്ങനെ 3 കാറ്റഗറിയിൽ നൗൺ ആൻഡ് പ്രോനൗൺസിനെ മാറ്റിയിട്ടുണ്ട്. നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ പ്രോനൗൺ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ലേ? ക്ലിയർ അല്ലേ? റൈറ്റ്. എന്നാൽ അടുത്തതിലേക്ക് പോവാം. സോ നൗണിൻ്റെ തന്നെ 3ാമത്തെ കാറ്റഗറി, നൗണിന് പകരം നിൽക്കുന്ന ഒരാളെ കണ്ടു. നമ്മൾ ആദ്യം നൗണിനെ കണ്ടു, നൗണിന് പകരം നിൽക്കുന്ന ഒരാളെ കണ്ടു. ഇനി എന്താ നമ്മൾ കാണാൻ പോകുന്നത്? നൗണിനെ ഒന്നുകൂടി വിശേഷിപ്പിച്ച് തരുന്ന ഒരാള്. അഥവാ എന്നെ ഇപ്പം സപ്പോസ്
ഞാൻ സൗന്ദര്യമുള്ള ഒരാളാണ്, റൈറ്റ്? സോ ഇതിൽ ശരിക്കും ഒരു എന്താ പറയുക, ഒരു ജെൻഡർ ആയിട്ടുള്ള ഒരു ടേംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇംഗ്ലീഷ്, ലൈക്ക് ജെൻഡർ ക്ലാസിഫിക്കേഷൻ വരുന്ന രീതിയിൽ. കാരണം ആണുങ്ങളെ ബ്യൂട്ടിഫുൾ എന്ന അഭിസംബോധന ചെയ്യാറില്ല, അതിന് പകരം ഹാൻസം എന്നാണ് പറയാറ്. ആ സമയം ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ആരെയാണ്? ലേഡീസ് അല്ലെങ്കിൽ വിമനെയാണ് നമ്മൾ പറയുന്നത്. സോ ഈ വാക്ക് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഹാൻസം ഇത് തന്നെ എന്താണ്, റൈറ്റ്? മിസ്റ്റർ എക്സ് ഈസ് എ ഹാൻസം പേഴ്സൺ. എന്താ സെന്റൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ. മിസ്റ്റർ എക്സ് ഈസ് എ ഹാൻസം പേഴ്സൺ. സോ ഇതിലെ ആഡ്ജക്റ്റീവ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ ആഡ്ജക്റ്റീവ് ഞാൻ ഒന്നും കൂടി പറയാണ്. നൗൺ എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ, നമ്മളൊരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ ആഡ്ജക്റ്റീവ് അഥവാ വിശേഷണം ആഡ് ചെയ്യുന്നത്. ജക്റ്റീവ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാറ്. സോ ആഡ്ജക്റ്റീവ്സ് ഉള്ളതിന് എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയും ചെയ്തു. ഏതാണ്? ഹാൻസം, ബ്യൂട്ടിഫുൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിട്ടാണ് വരുന്നത്? ഒരു പേഴ്സണിനായിക്കോട്ടെ ആനിമലിനായിക്കോട്ടെ എന്തിനേയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, ഇറ്റ്സ് എ വണ്ടർഫുൾ തിയറി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആഡ്ജക്റ്റീവ്സ് കൊണ്ടുവരുവാണ്, റൈറ്റ്? എക്സാമ്പിൾ, ശ്രുതി ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, അല്ലേ? അവിടെ ഞാൻ പറഞ്ഞ സെയിം എക്സാമ്പിൾ അവിടെ ഉണ്ട്, റൈറ്റ്? അവിടെ ആൺകുട്ടിയുടെ പേരാണ് മിസ്റ്റർ എക്സ് എന്നായിരുന്നാണെങ്കിൽ മിസ്റ്റർ എക്സ് ഇസ് എ ഹാൻസം ബോയ്, അല്ലെ മിസ്റ്റർ എക്സ് ഇസ് എ ഹാൻസം മാൻ എന്നുള്ള രീതിയിലേക്കായിരിക്കും എക്സ്പ്രഷൻ വരിക, റൈറ്റ്? റൈറ്റ്? സോ ഇതില് ബേസിക്കലി ഇതാ ബ്യൂട്ടിഫുൾ എന്ന് മാത്രമല്ല, നമ്മളൊരു വിശേഷണം മാത്രമല്ല, നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആഡ്ജക്റ്റീവ് ആയിട്ടാണ് കണക്കാക്കുക. കാരണം ഒരു നൗണിനെ കുറിച്ച് ഇപ്പൊ സപ്പോസ് there were 6 boys എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോയ്സ് എത്ര പേരുണ്ട്? 6 പേരുണ്ട്. സോ ആ 6 എന്നുള്ള വാക്കും എന്ത് തന്നെയാണ്? ആഡ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിലാണുള്ളത്. സോ ശരിക്കും പറഞ്ഞാൽ ഒരു വേർഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാന്നല്ല, ഒരു സെന്റൻസിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ ആഡ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രോനൗൺ ആണോ എന്താന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് നോക്കുമ്പോൾ ഇവിടെ എന്താ ആഡ്ജക്റ്റീവ്? സോ സപ്പോസ് നോക്കിയേ, ഹി ഗേവ് മീ 6 ബുക്സ്. അതിൽ ഏതാണ് ആഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? എത്ര ബുക്സ് തന്നിട്ടുണ്ട്? 6 ബുക്ക്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ബിക്കംസ് ആഡ്ജക്റ്റീവ്. 6 എന്നുള്ളത് അല്ലെങ്കിൽ 6 എന്നുള്ളത് അവിടെ എന്താണ്? ആഡ്ജക്റ്റീവ് ഫോമിലാണുള്ളത്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് ആഡ്ജക്റ്റീവ്സ്. ക്ലിയർ ആണോ? സോ 3 കാര്യങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചിലെ ഫസ്റ്റ് ആയിരുന്നു നമ്മൾ നൗൺ അഥവാ നാമം പഠിച്ചു. അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? എന്തൊക്കെ പഠിച്ചു? കോമൺ നൗൺ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചു? കോമൺ നൗൺ പറഞ്ഞേ. പിന്നെ എന്തൊക്കെയാ പറഞ്ഞോ? കോമൺ, കലക്റ്റീവ്, പ്രോപ്പർ. പിന്നെ പ്രോനൗണിൽ എന്തൊക്കെ പഠിച്ചു? പേഴ്സണൽ പ്രോനൗൺസ് ഉണ്ട്, റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ട്, പൊസസീവ് പ്രോനൗൺസ് ഉണ്ട്. ഇനി ആഡ്ജക്റ്റീവ്സ് ഉണ്ട്. ആഡ്ജക്റ്റീവ്സിൽ നമുക്ക് സബ് കാറ്റഗറൈസേഷൻ ഒന്നുമില്ല. ഞാൻ പറയുകയുണ്ടായി, നമ്പേഴ്സും ഈവൻ ചില സമയത്ത് എന്ത് ചെയ്യും? ആഡ്ജക്റ്റീവ് ഫോമാറ്റിൽ നമുക്ക് അപ്പിയർ ചെയ്യാറുണ്ട്. സോ അതും ശ്രദ്ധിക്കുക. സോ ആഡ്ജക്റ്റീവ്സ് ആവുന്നത് വേർഡ്സ് മാത്രമല്ല, അതുപോലെ തന്നെ നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ്ജക്റ്റീവ് ഫോമാറ്റിലേക്ക് വരാറുണ്ട്. സോ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഐഡന്റിഫൈ ദ ആഡ്ജക്റ്റീവ് ഫ്രം ദ ഫോളോയിങ് സെന്റൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കും. ഓപ്ഷൻസ് വിൽ ബി ഗിവൻ, യു വിൽ ഹാവ് ടു ആൻസർ. ചെയ്യില്ലേ? സിമ്പിൾ അല്ലേ? ഇത്ര ആലോചിക്കുക. നിങ്ങളൊരു സെന്റൻസ് കണ്ടു, അതിന് നൗണിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് കൂടുതൽ പറഞ്ഞു തരുന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ അവിടെയാണ് ഒരു ആഡ്ജക്റ്റീവ്. ഒന്ന് ആയിക്കോളുന്നില്ല കേട്ടോ. ഒരു സെന്റൻസിൽ 1, 2, 3, 4 ആഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നതിലോ അതിന് മുകളിൽ ഉപയോഗിക്കുന്നതിലോ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല. ആ സെന്റൻസ് പ്രോപ്പർലി ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? എത്രത്തോളം നൗൺസ് ഉണ്ടോ അത്രത്തോളം ആഡ്ജക്റ്റീവ്സ് കൊടുക്കുന്നതിലും വിരോധമില്ല. ഇനി ആഡ്ജക്റ്റീവ്സ് കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സെൻറ്റൻസ് എന്നുള്ള നമ്മളൊരു 3-4 സെൻറ്റൻസ് പറയുന്നതിന് പകരം നമുക്ക് ഒറ്റ സെൻറ്റൻസിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കൂട്ടാൻ പറ്റും. അഥവാ നമുക്ക് ഇൻഫർമേഷൻസ് മൊത്തമായിട്ട് കൺവേ ചെയ്യാൻ പറ്റും. നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചോ ഒബ്ജക്റ്റിനെ കുറിച്ചോ ഉള്ള ഡീറ്റെയിൽസ് മൊത്തമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ആഡ്ജക്റ്റീവ്സിൻ്റെ യൂസേജ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം, വിച്ച് ഇസ് വേർബ്. റൈറ്റ്? നമ്മൾ വേർബിലേക്ക് എത്തി. നമ്മൾ നൗണിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തി. നൗണിൽ 3 കാര്യങ്ങൾ, നൗൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹെഡിങ്ങിൽ നമ്മൾ 3 കാര്യങ്ങൾ നോക്കി. നൗൺ എന്താണെന്ന് നോക്കി, അതിൻ്റെ 3 കാറ്റഗറീസ് നോക്കി, പ്രോനൗൺ നോക്കി, അതിൻ്റെ 3 കാറ്റഗറീസ് നോക്കി, അതുപോലെ നമ്മൾ ആഡ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പോകുന്നത് വേർബ് ആൻഡ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. വേർബ് എന്താണ് ഒരു വേർബ്? റൈറ്റ്? സോ ഒരു വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആനിമൽ ചെയ്യുന്നത്? ക്രിയ അഥവാ വേർബിനെ നമ്മൾ എന്ത് പറയാൻ പറ്റും? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് നാമവിശേഷണമായിരുന്നു അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താ?
ഇവിടെ ഇത് ക്രിയ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ക്രിയ? മലയാളത്തിലെ ക്രിയ എന്ന് പറയുന്നതാണ് ഈ വേർബ് എന്ന് പറയുന്നത്. സോ വാട്ട് എവർ ആക്ടിവിറ്റീസ്, എന്തൊരു ആക്ടിവിറ്റി ചെയ്യുന്നതാണെങ്കിലോ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് ക്രിയ അല്ലെങ്കിൽ വേർബ് എന്ന് വേണ്ടി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്? ഇനി എന്താണ് ഒരാൾ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത്, അതിനെയാണ് ബേസിക്കലി വേർബ് എന്ന് പറയുന്നത് പറഞ്ഞു. സോ എന്താണ് എക്സാമ്പിൾ? ദ ഡോർ ഈസ് ബ്രോക്കൺ. സോ ഇവിടെ ദ ഡോർ ഈസ് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്നത് മാത്രമല്ല, ഒരാൾക്ക് മേലിൽ അല്ലെങ്കിൽ ഒരു സാധനത്തിന് മേലിൽ ഉണ്ടായ എഫക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? വേർബായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ നടന്നു, ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇത്ര കൂടുതലായിട്ട് ചിന്തിക്കേണ്ട. ആക്ഷൻ എന്ന് പഠിച്ചു വെച്ചാൽ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആക്ഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വേർബ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. റൈറ്റ്? സോ റാം ഇസ് സാഡ്, ദ ബോയ് ഇസ് ഹേർട്ട് എന്നൊക്കെ പറയുന്നത്. റാം ഇസ് സാഡ്. റൈറ്റ്? സോ ഇതിങ്ങനെ വരുന്ന സമയത്ത് എന്താണ്? സാഡ് ആവുന്നു. റൈറ്റ്? ഹീസ് ലൈക്ക് എന്താ പറയാ, ദ ബോയ് ഇസ് ഹേർട്ട്. അപ്പൊ ആ ഒരു ബേസിക്കലി അങ്ങനെയും നമുക്ക് എന്ത് പറയാം? ഒരു എന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ പറ്റി, ഇതിനൊക്കെ എഫക്ട് പറയുന്നിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റാം ക്യാൻ സിങ്. ഇതൊക്കെ പറയുമ്പം സിങ് എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുകയാണ്. റൈറ്റ്? സോ ഇങ്ങനെയുള്ള വേർബ്സിനെയൊക്കെ നമുക്ക് വേർബ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ എന്താ വേർബ് എന്ന് പഠിച്ചില്ലേ? വേർബ് എന്താ? ബേസിക്കലി ക്രിയ അഥവാ ആക്ടിവിറ്റി അഥവാ ആക്ഷൻ. ക്ലിയർ? കൂടുതലായിട്ട് പറയാനില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത്. സോ ഇനി ഇത്ര മനസ്സിലാക്കുക, ഈ വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി. സോ അടുത്തയിലേക്ക് പോവാം. സോ നമ്മൾ അടുത്തയിലേക്ക് പോവാണ് ആഡ് വേർബ് അല്ലെ. ഇനിയിപ്പോ നമ്മൾ വേർബ്സ് കഴിഞ്ഞു, ക്രിയ എന്താണെന്നുള്ളത് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആഡ് വേർബ്സ് ആണ്. സോ ബേസിക്കലി ആഡ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണുകൾക്ക് മീനിങ്സ് കൂടുതൽ കൊടുക്കുന്നതിന് നമ്മൾ ആഡ്ജക്റ്റീവ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് വേർബ്സിന് എന്തെങ്കിലും രീതിയിൽ അഡീഷണൽ ആയിട്ടുള്ള മീനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡീഷണൽ മീനിങ്, ആഡ് മീനിങ് ടു വേർബ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആഡ് വേർബ് എന്ന് ടൈറ്റിൽ ചെയ്യാറ്. റൈറ്റ്? ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു ഇൻവെസ്റ്റ് വൈസ്ലി. റൈറ്റ്? ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ദ അബവ് സെന്റൻസ് ദ വേർഡ് വൈസ്ലി അല്ലെ. ശരിക്കും പറഞ്ഞാൽ വൈസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വൈസ്ലി അല്ലെ, ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ വേർബിനെ കൂടുതലായിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തിന്? വൈസ്ലി എന്നുള്ള ആ ഒരു വേർബും ഉണ്ട്. ഇനി അതുപോലെ തന്നെ അതുപോലെ തന്നെ വെരി എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ ഉണ്ട്. വെരി, ദാറ്റ് ഈസ് എന്താണ്? വെരി ഡിഫിക്കൾട്ട്. ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് അല്ലെ, ആഡ്ജക്റ്റീവ് ആണ്. സോ ആഡ്ജക്റ്റീവിനും വിശേഷണം കൊടുക്കാം. സോ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആഡ്ജക്റ്റീവ്സ് മീനിങ് കൊടുക്കുന്നത് വേർബ്സിന് മാത്രമല്ല, എന്തിനും കൂടി ചേർത്തിട്ടാണ്. ആഡ്ജക്റ്റീവ്സ് ആയിക്കോട്ടെ, പ്രിപ്പസിഷൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ എക്സ്ട്രാ മീനിങ് കൊടുക്കാൻ ഒരു വേർഡിന് സാധിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ ആഡ് വേർബ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഏത് കാറ്റഗറിയാണ്? ആഡ് വേർബ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ ഇവിടെ വെരി എന്ന് പറഞ്ഞ വേർഡ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ ആഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് അതിനെ നമ്മൾ ആഡ്ജക്റ്റീവ് എന്നല്ല വിളിക്കുക. എന്താ വിളിക്കുക? ആഡ്ജക്റ്റീവിന് വിശേഷണം കൊടുക്കുന്നത് മിക്കവാറും ആഡ് വേർബ് തന്നെയായിരിക്കും. റൈറ്റ്? സോ ഒരു എക്സാമ്പിളും കൂടി തന്നിട്ടുണ്ട്. ദ സിഇഒ ഇസ് എൻ എക്സെപ്ഷണലി ഷാർപ്പ് മാനേജർ എന്നുള്ളൊരു സെന്റൻസ് അവിടെ തന്നിട്ടുണ്ട്. ഇൻ ദ അബവ് സെന്റൻസ് ദ വേർഡ് എക്സെപ്ഷണലി. റൈറ്റ്? എന്തൊക്കെയാണ് ഉള്ളത്? എക്സെപ്ഷണലി. റൈറ്റ്? ഷാർപ്പ് മാനേജർ. ഷാർപ്പ് എന്നുള്ള ഒരു ഷാർപ്പ് മാനേജർ എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഷാർപ്പ് എന്നുള്ളത് അവിടെ എന്തായിട്ടാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു ഷാർപ്പ് എന്ന് പറഞ്ഞൊരു വേർഡ് കാണാം. റൈറ്റ്? ഈ ഷാർപ്പ് എന്താ ഉദ്ദേശിക്കുന്നത്? ഷാർപ്പ് മാനേജർ പറഞ്ഞേ. അതായത് കൂർമ്മ ബുദ്ധിയുള്ള മാനേജർ അഥവാ ആ ഒരു മാനേജർ എന്ന് പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്ജക്റ്റീവ് അല്ലേ? മാനേജറിനെ വിശേഷിപ്പിക്കുകയാണ് എന്തായിട്ട്? ഷാർപ്പ് മാനേജർ എന്ന് വിശേഷിപ്പിക്കുകയാണ്. ആ സമയം ഷാർപ്പ് എന്നുള്ളതിനെ ഒന്നുകൂടി വിശേഷിപ്പിച്ചിട്ടുണ്ട്, എക്സെപ്ഷണലി ഷാർപ്പ്. റൈറ്റ്? എക്സെപ്ഷണലി ഷാർപ്പ്, വളരെയധികം ഷാർപ്പ് അഥവാ വളരെ ആളുകൾ എടുക്കുന്ന നോക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വളരെ എക്സെപ്ഷണൽ ആയിട്ട് ആ ഒരു വേർഡ് എക്സെപ്ഷണലി, ആ വേർഡിനെ നമുക്ക് ഇവിടെ എന്തായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ആഡ് വേർബ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ് ഏതാണ്? വിച്ച് ഇസ് എക്സെപ്ഷണലി. കാരണം എന്താ? ഇവിടെ ആഡ്ജക്റ്റീവിന് വിശേഷണം കൊടുക്കുക എന്നുള്ളൊരു ധർമ്മമാണ് ഈ ഒരു എക്സെപ്ഷണലി എന്ന് പറഞ്ഞ വേർഡ് ചെയ്തിരിക്കുന്നത്. സോ എക്സെപ്ഷണലി ഇസ് ദ ആഡ് വേർബ് ഇൻസൈഡ് ദിസ് സെന്റൻസ്. ക്ലിയർ ആണോ? സോ എന്താണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്?
modifies the verb, adjective or preposition in a sentence is called an adverb. എന്തിനെ മാത്രമല്ല, വേർബിനെ മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തും വരും, ആഡ്ജക്റ്റീവ് ആയിക്കോട്ടെ, പ്രിപ്പോസിഷൻസിനെ ആയിക്കോട്ടെ. പല സമയങ്ങളിലും പ്രിപ്പോസിഷൻസിനെ വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഡ് വേർബ് കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ആഡ് വേർബ്.